നീ പാവനല്ല കുത്തി, നീ എന്റെ പള്ളക്കട കുത്തി. നീ നീ ഇന്നലെ സ്കൂട്ടായിക്കുന്നു, ഇന്നലെ സ്കൂട്ടായിക്കുന്നേ. ഇല്ലെങ്കിലേ എന്റെ റോസിന് വാലായ മസാല കൊടുക്കേണ്ടി വരും. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തു? നീ കളിച്ചോണ്ടിരിക്കണ നീ മനുഷ്യവിടെ ടടാഷ്ടാനാ. ഇങ്ങോട്ട് നടക്കടാ, എന്നെ ട്രെയിനിങ് ഒക്കെ തീർന്നുട്ടാ. നീയേ ഇത് പിടിച്ചിട്ടേ അവിടെ പോയിരുന്നു. ഞാനേ പോയിട്ട് എന്താ പോയിട്ട് വരാന്ന്. തൂറിട്ട് വരാ. നീ എവിടെ പോയിരുന്നാ നീ? പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയാ. ബാബോ പറ. മലങ്കോളും മലങ്കോളും കേട്ടണെങ്കിലും ഞാൻ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ. പിടിച്ചടാ. വയററിയാണ്ട് ഓരോന്ന് വലിച്ചു വരുന്നുണ്ട്. കാലത്തിന് നോക്കാനിരിക്കാ നീ. ആ മീൻകൂട്ടാൻ മുഴുവൻ തീർത്താണല്ലോ, എനിക്കറിയാത്. ഇത് മീൻകൂട്ടാന്റെ അല്ല, കുറച്ചു ദിവസം മുമ്പ് രണ്ടുപേരും കൂടി കട്ടുന്നതിന്റെ ആണോടി? പിന്നല്ലാതെ. ചേട്ടാ, ചെലവിയാണ്ട് ഇവിടുന്ന് മുങ്ങിക്കളാന്ന് വിചാരിക്കണ്ടാട്ടാ. നീ തിരുമടി ഇതൊക്കെ നോക്കാം. ഞാൻ പോയിക്കോട്ടെ. നീ ആദ്യം ഞാൻ വല്ല കഴിക്കാൻ നോക്കടാ. ഇന്നലത്തെ പഴങ്കഞ്ഞിയും പിന്നെ അന്നത്തെ മീൻ കൂട്ടാനൊക്കെ കാണും. നീ എവിടേക്കും പോണ്ടടാ, എൻ്റെ കൂടെ നിന്നോ. നിന്നെ ഞാൻ നല്ല ഒന്നാം തരം കള്ളനാക്കി കൈത്തരാം, പോരെ? ഭയങ്കര രഹസ്യായിട്ട് നിനക്ക്. വാ. എങ്ങടത്? അതെ, വേലത്തെ നീ കളിക്കണട്ടാ, അപ്പനെ പോലെ കറുത്തു പോവും. പുതിയ ശിഷ്യനെ കാണുമ്പോ ഡാൻസിക്ക് ഒരു ഇളക്കുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാ? 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ട്യൂഷൻ മാസ്റ്റർക്ക് ലവ് ലെറ്റർ കൊടുത്ത മുതലല്ലേ ഇളക്കം ഉണ്ടാവും. ദാസൻ മീനൊന്നും കൊണ്ടുവന്നില്ലേ? ഇന്നവും വന്നില്ലെന്നേ. അവനതുകൊണ്ട് വന്നിരുന്നെങ്കിൽ ഒരു 1.5 കിലോ മേടിച്ച് വറുത്ത് പൊരിച്ചങ്ങോട്ട് തിന്നായിരുന്നല്ലേ? പിന്നല്ലാണ്ട്. ആ പുത്തിരി പറിച്ച മാമേ, കഞ്ഞി കുടിച്ചാ? അതിന് പണത്തോളം വിശപ്പില്ല മോനെ. കാലത്തെ കാപ്പിയുള്ള ഒരു അറക്ക് കുടിച്ച പടിമ വെയിലെത്തണ വരെ ഒന്നും വേണ്ട, വായ അങ്ങട് കഴിച്ചു. പിന്നെ ഉച്ച ആകുമ്പോ ഒരു പിടി ഉപ്പിന്റെ കഞ്ഞാ കുടിക്കും. അതല്ലാണ്ട് ഒരു അരി ഭക്ഷണം ഇല്ല മോനെ. ഡാ മോനെ ബെന്നിയെ, ഒരു 100 ഉറുപ്പ്യ ഉണ്ടാവോ അമ്മാമ്മക്ക് തരാൻ? ഓല മെടഞ്ഞാൽ കാശ് കിട്ടുമ്പോ തിരിച്ചു തരാം. ഒരു 200 എടുത്ത് അമ്മാമ്മക്ക് കൊടുത്തേ. എടുത്ത് വെച്ചിരിക്കില്ലേ കൊടുക്കാൻ. വടിയും കുത്തി വന്നോളും തള്ള.
മോനെ ബെന്നി ആ. വാ. ആ. ആ. അവിടെ ഇരിക്കി. ആ നീ വല്ലതും അറിഞ്ഞോ ഇവിടുത്തെ കാര്യങ്ങള്? എന്തേ? ആ, സുമതിയുടെ ആങ്ങളച്ചക്കല്ലേ ആ പേർഷ്യല്ലോ, ആ ആ അവന്റെ ഭാര്യ ഒരു നസ്രാണി ചെക്കന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ഉണ്ടായിരുന്ന പൊന്നും പണ്ടൊക്കെ അവള് കൊണ്ടുപോയി. ആ ആ, നിനക്കൊന്നും അവിടെ കേറായിരുന്നില്ലടാ. ഏ? ഓ, ഓ. എന്നാ. ഓ, ഓ. നിന്നോടത്ത് നനങ്ങാതെ ഒരു അടി നടക്കാൻ വയ്യ. മോളെ എന്നാ ഞാൻ പോട്ടെ. മോൻ പോട്ടെട്ടോ. ശരി. ആ. ഇങ്ങനെ പോണവർക്കും വരുന്നവർക്കും ഒക്കെ വാരിക്കോരി കൊടുത്തിട്ടാ ഇപ്പോഴും ഈ ഓടി വീട്ടിൽ തന്നെ കിടക്കണത്. ആ എട്ടിത്തറയിലെ ശങ്കുരിക്കളനെ ടൗണിലെ കണ്ണായ സ്ഥലത്ത് ആ പൊന്നും വില കൊടുത്ത് ഭൂമി വാങ്ങിയത് ഇത് വല്ലതും അറിയണണ്ടാ? നീയേ ഒരു കാര്യം ചെയ്യും, ആ ശങ്കർകള്ളന്റെ കൂടെ പോയി താമസിച്ചു. എന്താ? എടീ, ആശാൻ എപ്പോഴും പറയും പണം ഇന്ന് വരും നാളെ പോകും, പയക്കരുത് പാക്കരാന്ന്. എടീ, നല്ലൊരു കള്ളൻ എന്ന് വെച്ചാ നല്ലൊരു കമ്മ്യൂണിസ്റ്റാ. ഉള്ളവന്റെ കയ്യിൽ നിന്ന് എടുത്ത് ഇല്ലാത്തവന് കൊടുക്കണ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. കൂട്ടി വെച്ച കള മുതൽ വാഴിലെ റോസി. ചെല്ലു. അതെ, ആ ആൾതാമസില്ലാത്ത പറമ്പുകളിലെ വാക്കല്ലില്ലാത്ത കിണറുണ്ടാവും, സൂക്ഷിക്കണം കേട്ടോ. പിന്നെ പട്ടികളില്ലാത്ത വീട് നോക്കി കയറിയാ മതി. എനിക്കങ്ങനെ വലിയ അതിമോഹമൊന്നും ഇല്ലേ. ഞാനും എന്റെ കുട്ടികളും ഉള്ളോണ്ട് ഒതുങ്ങി ജീവിച്ചോളാം. നിന്റെ ചേട്ടൻ വലിയ മറവിക്കാരനാ. ഈ ടോർച്ച് അവിടെ ഇവിടെ മറന്നു വെക്കണ്ടാ. ദേ, മതിലേ കയറുമ്പോ കുപ്പിച്ചിലുണ്ടാവും, സൂക്ഷിക്കണം. നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കണ്ട റോസ്ലി. ചത്ത് തലയ്ക്കുള്ള കാരണന്മാരുണ്ട് നമുക്ക് കാവൽ. നീയേ വെറുതെ ആലോചിച്ച് ഉറക്കളൊക്കെ പോയി കിടന്നേ. നല്ല മഞ്ഞുണ്ട്. അതെ, നീ 2-3 ആഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ. ഞാൻ എന്തായാലും കുറച്ച് ദിവസം കഴിയും വരാനായിട്ട്. പണ്ടതേ പോലെ അല്ലോ, പുതിയൊരാളും കൂടി വരാൻ പോവല്ലേ. കുറച്ച് കരുതലൊക്കെ വേണ്ടേ നീ. പിന്നെ ഇവിടെ ഒരാളെപ്പോ പണിയും പഠിപ്പിക്കണല്ലോ. വാടാ. ശരി ചേച്ചി. നല്ല ടഡാസ്റ്റ് മഞ്ഞ. കർത്താവേ, കാത്തോളണേ. ഡാ, പണ്ടൊക്കെ എന്ന് വെച്ചാ ഓരോ ദേശത്തിനും സ്വന്തമായിട്ടൊരു കള്ളണ്ടായിരുന്നു. ദേശത്തെ കള്ളൻ. പുറത്തുനിന്നൊരു കള്ളനും പിന്നെ നാട്ടിലൊന്നും കക്കാൻ പാടില്ലെന്നാണ് നയം. എന്റെ അപ്പന്റെ അപ്പന്റെ അപ്പാപ്പനായിരുന്നു ഞങ്ങളുടെ ദേശത്തെ കള്ളൻ. അപാര സിദ്ധിയായിരുന്നു. മൊട്ടത്തോടുന്ന് ഒരേ വിജാഗിരി വെച്ച ടീമാ. ആണോ? നീ ആക്കിയതാ? ഞാൻ കാര്യമായിട്ടാ. എടാ, നിസ്സാര പാരമ്പര്യം വിചാരിച്ച 500 കിടി സ്വർണ്ണ നാണയം, 200 പറ പൊന്നും കണ്ടം, ഇത്ര സാധനങ്ങളുടെ രാജാവ് ഇഷ്ടമാണ് അവിടുത്തെ. പക്ഷെ ഒരു സംഭവം ഉണ്ടായി. ഒരു ദിവസം കക്കാൻ പോയ അപ്പാപ്പൻ കുളിച്ചും കണ്ട് കാലിട്ട് കുളത്തിലാ വീണു. രാജാവ് അപ്പനെ പിടിച്ച് തൂക്കിയാവും. അപ്പൊ നീ പഠിച്ചു കള്ളൻ. പരിസര ബോധം കിടന്നുറങ്ങണ നല്ല വരിക്കച്ചക്ക പോലത്തെ പെമ്പിള്ളേര്. ഇംഗ്ലീഷ് പടത്തിന് വെട്ടണ നല്ല ടഡാസ്റ്റ് ബെഡ്റൂം സീനുകൾ. പിന്നെ സീനടിക്കാൻ പറ്റുന്ന ചൊറി ഡാക്കുകള്. പാതിരാത്രി നടക്കുമ്പോ ഈ ജാതി പല കാഴ്ചകളും നമ്മുടെ കണ്ണിൽപ്പെടും. എന്ത് കണ്ടാലും കൺട്രോള് പോരും. നല്ലൊരു ഡോക്ടറെ പോലെ ആയിരിക്കണം നല്ലൊരു കള്ളൻ. എത്ര ഇടിവെട്ട് സുന്ദരിയാണെങ്കിലും നമ്മുടെ കൺട്രോള് പോകുമ്പോ തൊഴിൽ സത്യമുള്ള അതിൽ കള്ളത്തരം പാടും. കടുക്കാവെള്ളവും ഹനുമാൻസാവയും നമുക്ക് മസ്റ്റാ. കൂടുതൽ കുറച്ച് യോഗയും പ്രാക്ടീസ് ചെയ്യണം. കളവിന്റെ ഇടയില് പ്രബുദ്ധരായ ജനത ചിലപ്പോൾ നമ്മളെ പിടിക്കും. സകല ഊച്ചാളികളുമ്പോൾ നല്ല ചാമ്പാ ചാമ്പ. ഇടിക്കൊന്നും ഒരു മയം ഉണ്ടാവില്ല. ഈ ഇലത്താളത്തിനിടയ്ക്ക് ഈച്ച പെട്ട പോലത്തെ ഒരു അവസ്ഥയായിരിക്കും. അങ്ങനെ നാട്ടുകാർ മുഴുവൻ നമ്മളെ നല്ല മെതിക്കുമ്പോൾ ഒരു പ്രത്യേക തരം യോഗാവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയില്ല. ആശാൻ ഇതിനു മുമ്പ് എങ്ങാനും ഈ യോഗാവസ്ഥയിൽ ഇരിക്കേണ്ടി വന്നിട്ടുണ്ടോ? പിന്നെ എത്ര പ്രാവശ്യം. പേടിക്കണ്ട. നാട്ടുകാരുടെയും പോലീസുകാരുടെയും കലാപരിപാടി കഴിയുമ്പോൾ ഈ പഞ്ചമ്പഴക്കയും ചെന്നി നായകവും മുട്ടയുടെ വെള്ളയിലിട്ട് മിക്സ് ചെയ്തിട്ട് അശവെണ്ണയും നാരായണ തൈലവും ചേർത്തിട്ട് ഒരു പ്രയോഗമുണ്ട്. പിന്നെ ഡബിൾ സ്ട്രോങ് ആണ്. നീ ഇതുണ്ടോ? ഓക്കെ, ധൈര്യമായിട്ട് നിൽക്കടാ. മരുന്ന് കഴിച്ചിട്ട് കുറച്ച് നാളായല്ലേ? ഇല്ലേ? വർത്താനം പറയുന്നതൊരു കാര്യമില്ലല്ലോ. പണി പിടിക്കണ്ടേ? തുടങ്ങിയാലോ കളി? പിന്നെന്താ?
പട്ടിക്ക് കൊടുക്കാൻ വെച്ചിരുന്ന മീന്തല അവളുടെ അടുത്ത് കൂട്ടാൻ വെച്ചെന്ന് തോന്നണേ. ഞാനൊരു ടടാസ്റ്റ് പ്രയോഗം നടത്താൻ പോവാ. ഏറ്റില്ലെങ്കിൽ നീ ഓടി രക്ഷപ്പെട്ടോ. ചില ഊച്ചാലി ചട്ടമ്പില പോലെ തന്നെയാണ് ചില പട്ടികൾ. കണ്ടത് ഇപ്പം നമ്മളെ കടിച്ചിരുന്നതായിരിക്കും, പക്ഷെ അതേ പേടി തന്നെയായിരിക്കും പട്ടിയുടെ മനസ്സിൽ. ആദ്യം ആരറ്റാക്ക് ചെയ്താലും ഓപ്പോസിറ്റ് പാർട്ടി ഓടും, അത് ഉറപ്പാ. ഇതെങ്ങനെ പിന്നീട്ട് നമുക്ക് മനസ്സിലാവുക? എടാ, അതിന് പട്ടികളുടെ സൈക്കോളജി അറിയണം. ഒക്കെ ഞാൻ പഠിപ്പിച്ചു തരാം, നീ വാ. പക്ഷെ ഈ ഐഡിയ എപ്പോഴും വർക്കൗട്ട് ആവണമെന്നില്ല കേട്ടോ. മനുഷ്യൻ്റെ സൈക്കോളജി അറിയാവുന്ന ചില വൃത്തിയിട്ട പട്ടികളുണ്ടാവും, അവിടെ പെടും. പക്ഷെ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ജെട്ടിയിടണം, ഇല്ലെങ്കിൽ ടട്ടടാസ്റ്റാവും മോനെ. പൂച്ചയുടെ നടത്തം, ചേലന്തിയുടെ കാത്തിരിപ്പ്, കൊക്കിൻ്റെ ക്ഷമ എല്ലാം പ്രകൃതിയിൽ നിന്ന് പഠിക്കണം. ഒഴിക്ക്. സേഫല്ല, സേഫ്റ്റിയാണ് പ്രധാനം. അഥവാ ആരെങ്കിലും ഉണർന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാനായിട്ടൊരു വാതിൽ ആദ്യം തുറന്നിടണം, മനസ്സിലായോ? നടക്ക്. നമ്മൾ വിചാരിക്കും പണം അലമാരയിലാണെന്ന്, പക്ഷെ നമ്മൾ അങ്ങനെ വിചാരിക്കുന്ന വെച്ച് വീട്ടുകാരൻ പണം അടുക്കളയിലെ ഡബ്ബയിൽ ഒളിപ്പിച്ചു വെക്കും. വീട്ടുകാരൻ നമ്മളെ പറ്റിച്ച് പണം അടുക്കളയിലെ ഡബ്ബയിൽ ഒളിപ്പിച്ചു വെക്കുമെന്ന് വെച്ച് നമ്മളപ്പം അവിടെ തപ്പും. അപ്പോഴേക്കും അയാൾ പണം സ്റ്റോർ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടാവും. ഒരു കള്ളൻ ഒരേ സമയം ഗോളിയായിട്ടും അതേസമയം പെനാൽറ്റി അടിക്കുന്ന കളിക്കാരനായിട്ടും ഡബിൾ തലച്ചോറുകൊണ്ട് ചിന്തിക്കണം, മനസ്സിലായോ? വിറക് പോരാ, സ്വർണ്ണം കിട്ടങ്ങി ഇവിടെയൊക്കെ നോക്കിയാൽ മതി. ഇനി താക്കോലാണെങ്കിൽ പട്ടിക്കൂട് അല്ലെങ്കിൽ ചെടിച്ചട്ടിയിൽ ഗ്യാരണ്ടിയാ. കളവ് കഴിഞ്ഞ് പോകുമ്പോൾ പോലീസ് പട്ടീനെ പറ്റിക്കാനായിട്ട് ചെറിയൊരു സൂത്രം കൂടി ബാക്കിയുണ്ട്. സാധാരണ അതിന് ഉമ്മറത്ത് വൃത്തിയേട് കാണിച്ചു വെക്കല പതിവ്, പക്ഷെ അന്തസ്സുള്ള കള്ളന്മാര് അത് ചെയ്യാറില്ല. നമുക്കിത് മതി. മേഡിൻ കുന്നംകുളം. ഇനി ഓടണമെങ്കിൽ അവൻ കുന്നംകുളം വരെ ഓടണം. ഇന്ന് നമ്മൾ കയറാൻ പോണത് ഒരു കൊള്ളപ്പലിശക്കാരൻ്റെ വീട്ടിലാണ്. ആ വീടിൻ്റെ ഓരോ ഇഷ്ടിയും നാട്ടിലെ പാവപ്പെട്ടവൻ്റെ കണ്ണീരുകൊണ്ട് ഉണ്ടാക്കിയത്. ഓപ്പറേഷൻ കുബേരൊന്നും അവനങ്ങടെ ഏറ്റിട്ടില്ല. തട്ടിച്ച് കുന്നൂട്ടി വെച്ചേക്കണ പലിശ മുതൽ നോക്കി ഏതെങ്കിലും രാത്രി കള്ളനൊരുത്തം വരുമെന്ന് ഓരോ രാത്രി അവൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും നല്ല മുൻകരുതലുണ്ടാവും.
പക്ഷെ എന്ത് റിസ്ക് ഉണ്ടായാലും നീ നോക്കിക്കോ മനോജെ, ഇന്നത്തെ ഒരു ഒറ്റ രാത്രി കൊണ്ട് ആ നാട്ടിലെ BPL ലിസ്റ്റിൽ ആ മല്ലണ്ടാവിൻ്റെ പേരുണ്ടാവും. പന്തല്ലൂക്കാരൻ ബേബിച്ചൻ മകൻ ഫ്രാൻസിസിൻ്റെ. അതൊരു വാശിയാണ്. பரோட்டா கிடைக்கலண்ணே, சப்பாத்தி தான் இருந்தாங்க. குழம்பு குருமை தான் கிடைச்சது. போதுண்டா, ரொம்ப பசிக்குது. வேണ്ട வச்சோ. தேங்க்ஸ் அண்ணே. வயசு 19 தான் ஆகுது. நிறைய பணம் கொடுங்க, ஒன்றும் கட்டுப்படி ஆகாது. ஒரு நாள் பூரா கேட்குறீங்க, 2 மணி நேரம். அண்ணே, அந்த சத்தம் வர கேள்வி யாருன்னு தெரியுமா? மாமா பயல் தானே, வேற யாரு? மாமா அல்ல அண்ணே, இந்த பொண்ணோட அப்பா. அவர் மலையாளி தான். 20 வருஷமா இங்க தான் இருக்காரு. அந்த காலத்திலே பெரிய பணக்காரரா. அவங்க ஊர்ல சொந்தமா ஒரு ஃபைனான்ஸ் கம்பெனி இருந்தாங்க. பாவம், ஒரு நாள் ஒரு திருடம் வந்து எல்லாத்தையும் சுருட்டிட்டு போயிட்டார். அதுக்கப்புறம் என்ன அண்ணே, கேஸு கீஸுன்னு அலைஞ்சு இருந்த வீட்டையும் வித்துட்டு வந்தவர் தான். ஒன்னே ஒன்று கண்ணே கணந்து ஒரே ஒரு பொண்ணு தான். பாவம், இப்போ அவங்க உடம்பு வித்தா வாழ்ந்துட்டு இருக்காங்க. சாப்பிட்ட டைல இந்த வேஸ்ட் பட்டர் போடுங்க சார், நான் வந்து எடுத்துக்கிறேன். എന്ത് പറ്റിയുണ്ട് ചേട്ടാ? ഇതാ വല്ലാണ്ടിരിക്കുന്നു. അയാളുടെ വീട്ടിൽ കയറിയെന്ന് പറഞ്ഞ കള്ളൻ ഞാനായിരുന്നു. നീ വരണ്ട, നീ ഇവിടെ വന്നാൽ മതി. ഒറ്റക്ക് പോകണ്ട പിന്നെ ചേട്ടാ, ഞാനും കൂടെ വരാം. പോരാണ കേട്ടാ മതി നീ. ആ